ഇനി തിരുവനന്തപുരത്തേക്ക് തന്നെ പോകുന്നു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാർ നടപടി രാജ്യത്തോടും രാഷ്ട്രപതിയോടുമുള്ള വെല്ലുവിളിയാണെന്നാണ് വിമർശനം. അതേസമയം വിഷയത്തിൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രപതിയുടെ ചിത്രം സെക്രട്ടേറിയറ്റിൽ സ്ഥാപിക്കണമെന്നത് നിർബന്ധമില്ലെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നു. പ്രശാന്ത്, ഈ സർക്കാരിൻ്റെ വിശദീകരണം, അതായത് നിർബന്ധമൊന്നുമില്ല, രാഷ്ട്രപതിയുടെ ഛായാചിത്രം അവിടെ ദർബാർ ഹാളിൽ തൂക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ് അത് തൂക്കാത്തത് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ ഒരു അജണ്ട മണക്കുന്നില്ലേ? എന്താണ് അത്? അനിൽ നമ്പ്യാർ, തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിലവിൽ യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. എസ് സി മോർച്ചയും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMS പരാതി നൽകിയിരുന്നു. അന്നെടുത്ത നിലപാട്, അതിനുശേഷം ഒരു സർക്കുലർ പുറപ്പെടുപ്പിച്ചിരുന്നു. അതിൽ സമാനമായ രീതിയിൽ അങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. സമാനമായൊരു നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഈ വിഷയം വന്നതിന് ശേഷം പോലും നിരവധി പേർ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പല രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിലപാടിൽ യാതൊരു മാറ്റവുമില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അവിടെ ചിത്രം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലാണ് രാഷ്ട്രപതിയുടെ ചിത്രത്തെ ഒഴിവാക്കി മറ്റ് ചിത്രങ്ങൾ സ്ഥാപിച്ചത്. അതായത് നേരത്തെ പ്രണബ് മുഖർജിയുടെ അടക്കം ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതത് ആ കാലത്ത് രാഷ്ട്രപതിമാരാകുന്നവരുടെ ചിത്രങ്ങൾ ദർബാർ ഹാളിൽ സ്ഥാപിക്കും. ദേശീയ പതാകയ്ക്ക് താഴെയായി സ്ഥാപിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. അത് പ്രണബ് മുഖർജി വരെ തുടരുകയും ചെയ്തു. അതിനുശേഷം വന്ന രാംനാഥ് കോവിന്ദ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമു ആയിക്കോട്ടെ, ഇവർ രണ്ടുപേരുടെയും ഛായാചിത്രം സ്ഥാപിക്കുന്നതിനാണ് സർക്കാർ വൈമനസ്യം കാണിച്ചത്. രണ്ടുപേരുടെയും ഛായാചിത്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറായതുമില്ല. ഇതിനെതിരെയാണ് ഈ പരാതി അടക്കം ഗവർണർക്കും അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകിയത്. പരാതി നൽകിയതിനു ശേഷവും നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോഴും വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. ഒരു പ്രതികരണം പോലും നടത്തുവാൻ സർക്കാരിൻ്റെ ഭാഗത്തോ സർക്കാർ വൃത്തങ്ങളിലുള്ളവർക്കോ തയ്യാറാക്കുന്നത് പോലുമില്ല. ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്ന നിലപാട് തന്നെയായിരിക്കണം സർക്കാർ എടുക്കുന്നത് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം വിഷയത്തിൽ പ്രതിഷേധവും ശക്തമാവുന്നുണ്ട്. നിരവധി പേർ ഈ രാഷ്ട്രപതിയോടുള്ള അവഗണനയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവരടക്കം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധിക്കാനും പ്രതികരണം നടത്തുവാനും ഒക്കെ സാഹചര്യം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധങ്ങളൊക്കെ ഒരിടത്ത് ഭാഗത്ത് നടക്കുമ്പോഴും സർക്കാരിൻ്റെ നിലപാടിൽ മാറ്റമില്ല. രാംനാഥ് കോവിന്ദിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ആയാലും ഛായാചിത്രം അവിടെ, അതായത് രാഷ്ട്രപതിയുടെ ഛായാചിത്രം അവിടെ വെക്കാൻ വിട്ടുപോയതല്ല, ഒരു കയ്യബദ്ധം പറ്റിയതല്ല, അത് മനഃപൂർവ്വം അങ്ങനെ വേണ്ട എന്ന് വെച്ചതാണെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രപതിയുടെ ഛായാചിത്രം വേണ്ട ദർബാർ ഹാളിൽ. നേരത്തെ പറഞ്ഞ പോലെ രാംനാഥ് കോവിന്ദിൻ്റെ ഛായാചിത്രം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴിതാ ദ്രൗപദി മുർമുവിൻ്റെ ഛായാചിത്രവുമില്ല. അപ്പോൾ അതാണ്, അതിലൊരു അജണ്ടയുണ്ട്. അതുകൊണ്ട് ഇനി വെക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുന്നു. ഗവർണർക്ക് ഈ വിഷയത്തിൽ ഏത് തലം വരെ ഇടപെടാം? അനിൽ നമ്പ്യാർ, അത് തന്നെയാണ് നിലവിൽ സർക്കാരിൻ്റെ നിലപാട് തന്നെ ആണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ ഛായാചിത്രം സ്ഥാപിക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാട് നേരത്തെയും സ്വീകരിച്ചിരിക്കുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ഈ 2017 ജൂലൈ വരെ പ്രണബ് മുഖർജി രാഷ്ട്രപതിയായിരുന്നു. ആ സമയത്ത് ചിത്രങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം രാംനാഥ് കോവിന്ദ് വരുമ്പോഴാണ് അവിടെ ചിത്രം സ്ഥാപിക്കാത്തത്. അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമു വരുമ്പോഴും രണ്ടാമത് ദ്രൗപദി മുർമുവിൻ്റെ കാലമാകുമ്പോഴും ചിത്രം സ്ഥാപിക്കുന്നില്ല. അതായത് ഇതിനു മുമ്പുള്ളവരുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാം, അതിന് തെറ്റില്ല, അവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ടുപേരുടെ ചിത്രങ്ങളാണ് നിലവിൽ അവിടെ സ്ഥാപിക്കാത്തത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്. ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നേരത്തെ മുൻകാലങ്ങളിൽ അതത് കാലത്ത് രാഷ്ട്രപതിമാരായിരുന്നവരുടെ എല്ലാം ചിത്രങ്ങൾ സ്ഥാപിക്കാം. അതിനുശേഷം ഈ പ്രണബ് മുഖർജിക്ക് ശേഷം വന്ന രാംനാഥ് കോവിന്ദിനും അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമുവിൻ്റെയും ചിത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് എന്താണ് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് സർക്കാരിന് അങ്ങനെയൊരു ചിത്രം സ്ഥാപിക്കാതിരിക്കാൻ എന്താണ് കാരണമായി കാണുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ
വ്യക്തമാക്കേണ്ടത്. എന്തായാലും ഇത് അവഗണനയെന്നും എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്, അല്ലാതെ ഒരു കയ്യബദ്ധമോ അല്ലെങ്കിൽ മറവിയോ ഒന്നുമല്ല സർക്കാരിൻ്റെ. കൃത്യമായ ഒരു അജണ്ട തന്നെയാണെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരുടെ മാത്രം, അതായത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വരുന്ന രാഷ്ട്രപതിമാരാണ് ഈ രാംനാഥ് കോവിന്ദും അതോടൊപ്പം തന്നെ ദ്രൗപദി മുർമു. ഈ രണ്ടുപേരും വന്ന വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഈ അധകൃത വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവിടെ നിന്നും ഒരു ഉന്നത പദവിയിലെത്തുന്ന രണ്ട് പേരാണ് ദ്രൗപദി മുർമു അതോടൊപ്പം തന്നെ രാംനാഥ് കോവിന്ദും. ഒന്ന് പട്ടിക വിഭാഗത്തിലാണെങ്കിലും ഒന്ന് വനവാസി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതും വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. ഇങ്ങനെ ഇരിക്കെയാണ് ഈ വിഭാഗങ്ങളോടുള്ള അവഗണന എന്നതും അടക്കം ആരോപണവും വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ CPM-ൻ്റെ ആയാലും ശരി സർക്കാരിൻ്റെ ആയാലും CPM പൊതുവേദികളിലും പാർട്ടി വേദികളിലുമെല്ലാം പലയിടങ്ങളിലെല്ലാം പറയുന്ന ഈ ദളിത് സ്നേഹം അല്ലെങ്കിൽ ഈ ഇത്തരം പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളോടുള്ള സ്നേഹം പ്രകടനങ്ങളുണ്ട്. പലയിടത്തും അവരെ ഉദ്ധരിച്ചതും ഉയർത്തിക്കൊണ്ടുവന്നതും എല്ലാം തങ്ങളെന്നുള്ളൊരു വാഗ്ദാനവും അതോടൊപ്പം തന്നെ ഇത്തരം രീതിയിൽ ഈ ജനതയോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പറയുന്നവർ അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ കൂടി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പിന്നാൽ രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ പോലും രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു മറവിയായിട്ട് കാണാൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഒരു മറവിയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ അത്തരം കയ്യബദ്ധമോ അല്ലെങ്കിൽ മറവിയോ ഒന്നുമല്ല. ഇത് വ്യക്തമായ അജണ്ട, അങ്ങനെ ഒരു ചിത്രം സ്ഥാപിക്കേണ്ടതെന്ന വ്യക്തമായ അജണ്ട തന്നെ സർക്കാരിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ രണ്ട് തവണ ഒരാൾ SC മോർച്ച നേതാവ് നേരത്തെ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് BMS-ഉം ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ രണ്ട് പരാതികൾ എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു ഗൗരവം. എന്നാൽ അത്തരം ഗൗരവ സ്വഭാവം ഒന്നും മനസ്സിലാക്കാതെ തങ്ങൾ രാഷ്ട്രപതിയുടെ ചിത്രം സ്ഥാപിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാർ അന്നും സ്വീകരിച്ചത്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ, മറന്നുപോയതെല്ലാം മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, രാജ്ഭവനിൽ സർക്കാരിൻ്റെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങ് കൃഷിമന്ത്രി P. പ്രസാദ് ബഹിഷ്കരിച്ചു. എന്തായിരുന്നു കാരണം? അവിടെ ഭാരതാംബയുടെ ഛായാചിത്രം വച്ചു. ആ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ പറ്റില്ല, ദീപപ്രോജ്വലനം പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ സർക്കാരിന് ചില അജണ്ടകൾ ഉണ്ട്, അതിനപ്പുറത്തേക്ക് അവർ പോകില്ല. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ചിത്രം സ്ഥാപിക്കാത്തതിലും ഒരു അജണ്ട ഉണ്ട്. അത് വ്യക്തമാണ്. സർക്കാർ നടപടി രാജ്യത്തോടും രാഷ്ട്രപതിയോടും ഉള്ള വെല്ലുവിളിയാണ്. ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ചില നടപടികൾ BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ അങ്ങനെ സ്ഥാപിക്കണം, രാഷ്ട്രപതിയുടെ ഛായാചിത്രം ദർബാർ ഹാളിൽ വെക്കണമെന്ന നിർബന്ധം ഇല്ല എന്നാണ് അടുത്ത സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ SIO സ്റ്റുഡിയോ ബഹിഷ്കരിച്ചതിൽ പ്രതിഷേധം ഇപ്പോഴും അലയടിക്കുകയാണ്. ചില പരാമർശങ്ങൾ കൂടി ഞാൻ വായിക്കാൻ. ജമാഅത്തെ ഇസ്ലാമി പുതുതലമുറയെ ഇരുണ്ട കാലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ലക്ഷണമൊത്ത ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് ജമാഅത്തെ നടത്തുന്നതെന്നാണ് സന്ദീപ് അഭിപ്രായപ്പെടുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃക സ്വീകരിക്കുമെന്നാണ് മോഹമെങ്കിൽ ഈ രാജ്യത്ത് അത് വിലപ്പോവില്ല. ദേശമാണ് വലുത് എന്ന അഭിപ്രായം ഉയരുന്നു. സ്റ്റുഡിയോയ്ക്ക് നല്ല പബ്ലിസിറ്റി ജമാഅത്തെ ഇസ്ലാമി അതുവഴി ലഭിച്ചതിൽ ഉള്ള സന്തോഷവും ചിലർ പങ്കുവെക്കുന്നുണ്ട്. സത്യത്തിൽ സ്റ്റുഡിയോ എന്താണ് എന്ന് മനസ്സിലായി എന്ന് പറയുന്നവരുണ്ട്. ഉപ്പു സത്യാഗ്രഹത്തിന് തുല്യം സ്റ്റുഡിയോക്കെതിരെയുള്ള പോരാട്ടം, അങ്ങനെയുള്ള നിരവധി പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്.